ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? അതെ, ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡ്ഡു ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം നോക്കാം. ഞാൻ കുറച്ച് സീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ഈ ലഡ്ഡു ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കണേ നമ്മുടെ പംകിൻ സീഡാണ് കേട്ടോ. മത്തങ്ങയുടെ വിത്ത് ഇപ്പോൾ പാക്കറ്റിലൊക്കെ കിട്ടുമല്ലോ. പിന്നെ എടുത്തിരിക്കുന്നത് ചിയാ സീഡാണ്. അതുപോലെ നമ്മുടെ കാഷ്യൂനട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സീഡ്സിനൊക്കെ നല്ല ഗുണങ്ങൾ അടങ്ങിയതാണ് കേട്ടോ. ഭയങ്കര ഹെൽത്തിയാണ്. നമ്മുടെ ഈ പംകിൻ സീഡിലൊക്കെ ആണെങ്കിൽ ഒമേഗ 6 ഫാറ്റി ആസിഡ്സ് ഒക്കെ ഉണ്ട്. അതായത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഈ പംകിൻ സീഡിലാണെങ്കിലും ചിയാ സീഡിലാണെങ്കിലും ഒക്കെ ഉണ്ട്. അതുപോലെ പൊട്ടാസ്യം, അങ്ങനെ കുറച്ച് മിനറൽസ് ഉണ്ട്, അങ്ങനെ ഫൈബർ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. നമ്മൾ ഈ ഒമേഗ 3 ഒമേഗ 6 ഫാറ്റി ആസിഡ് എന്നൊക്കെ പറയണത് നമ്മുടെ ഹാർട്ട് ഹെൽത്തിനൊക്കെ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഞാൻ ഈ സീഡ്സിനൊക്കെ പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ കാഷ്യൂ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാഷ്യൂ ബദാമൊക്കെ ഉണ്ടെങ്കിൽ അതും എടുക്കാം. അപ്പോൾ അതിനെയൊക്കെ ഞാനൊന്ന് ഗ്രൈൻഡ് ചെയ്ത് പൗഡറാക്കി വെക്കുവാണ് ഫസ്റ്റ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചിയാ സീഡിനെയും പംകിൻ സീഡിനെയും പിന്നെ നമ്മുടെ കാഷ്യൂ നട്ട്സിനെയും ഞാനൊന്ന് പൗഡറാക്കി എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ ശർക്കര പാനി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വലിയൊരു ശർക്കരയാണ്. അപ്പോൾ അതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് എത്ര ആവശ്യമുള്ള വെച്ചാൽ ശർക്കര പാനി എടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് മട്ടരിയാണ് കേട്ടോ, നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മട്ടരിയാണ്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിനെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അരി ഇതാ ഇങ്ങനെയാണ് വറുക്കുന്നത്. അപ്പോൾ ഇതിന് ഇങ്ങനെ പൊട്ടി പൊട്ടി വരുമ്പോൾ നമ്മൾ ഓഫാക്കുക. നല്ല കരിയാനൊന്നും നിൽക്കണ്ട. അരിയൊന്ന് നന്നായി ചൂടാവുമ്പോൾ അതിങ്ങനെ സൗണ്ടൊക്കെ കേൾക്കും, ഇങ്ങനെ വീർത്ത് വരുമല്ലോ. അപ്പോൾ നമുക്കതിനെ ഓഫാക്കി മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി അത് തണുത്തതിന് ശേഷം നമുക്കതിനെ പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വല്ല ഡയബറ്റിക് പേഷ്യൻസിനോ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മധുരമൊക്കെ കുറച്ച് കുറയ്ക്കാം. നമുക്കതിന് പകരം ഈന്തപ്പഴമൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനൊക്കെ പിന്നെ നമ്മളിതെല്ലാം ചെറിയ അളവിൽ അങ്ങ് കഴിച്ചാലും മതി. ഒരേ സമയം നമ്മൾ ഒരു 5-6 കഴിക്കാതിരുന്നാൽ മതി. ഇട സമയത്തായിട്ട് നമുക്കിത് ചെറിയ ഒരു പീസൊക്കെ എടുത്തിട്ട് കഴിക്കാം. 1-2 പീസായിട്ട് എടുത്ത് കഴിക്കാം. പിന്നെ ഇനി ഞാൻ ഇതിലേക്ക് എനിക്ക് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങ വറുത്തെടുക്കുന്നുണ്ട്. അതുപോലെ നെയ്യ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെ കുറച്ച് ബോൾസൊക്കെ ഇട്ട് ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കൊടുത്താലും കുറച്ചും കൂടി നല്ലതാണല്ലോ. നമ്മൾ ഓവർ ക്വാണ്ടിറ്റി ഒന്നും കൊടുക്കാതിരുന്നാൽ മതി. ഡെയിലി 1-2 പീസ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ഞാൻ ശർക്കര പാനിയാക്കി വെച്ചതിലേക്ക് നമ്മുടെ ഈ തേങ്ങയും നമ്മൾ ഈ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അല്ലാതെ പിന്നെ കുറച്ച് ഉണക്കമുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടോട് തന്നെ ഞാൻ ഇതിനെല്ലാം ഈ പാനിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിയാ സീഡ് പൊടിച്ചത്, പംകിൻ സീഡ് പൊടിച്ചത്, അതുപോലെ കാഷ്യൂ പൊടിച്ചത്, നമ്മുടെ അരി പൊടിച്ചത്, പിന്നെ ഉണക്കമുന്തിരി, അത്രയും ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പാനി കൂടിപ്പോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇതാ ഇങ്ങനെ കുറച്ച് ലിക്വിഡി ആയിട്ട് വരുന്നുണ്ട്. അത്രയങ്ങ് പക്ഷേ ഇത് ഇങ്ങനെ ഒന്ന് ചൂടോടെ നമ്മൾ പിടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് നമ്മുടെ ലഡ്ഡുവിൻ്റെയൊക്കെ കുറച്ച് ഹാർഡാവും കേട്ടോ. അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ ഈ ലഡ്ഡൂസ് എല്ലാം ഉരുട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യൊക്കെ ആക്കി കൊടുത്തു. പിന്നെ ഞാൻ ഇതിലും ഈ പൗഡർ ആക്കിയപ്പോൾ അതിലേക്കും കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ബോൾസാക്കി എടുക്കുന്നത്. അങ്ങനെ ഓരോ ബോൾസാക്കി എടുത്തിട്ട് എല്ലാം ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചാൽ നമുക്ക് കുറച്ച് നാൾ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഈവനിങ്ങിലും ഇട സമയത്തൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ടുള്ള ഹെൽത്തി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസൊക്കെ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ.